താന്നിരിപ്പാൻ സ്വർഗം ബലപ്പെടുത്തുന്നു. സുന്ദരമായ ലോകം, 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ആസ്ട്രേലിയ, അന്റാർട്ടിക്ക. 6000 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ. 195 റിപ്പബ്ലിക്കായി രജിസ്റ്റർ ചെയ്ത UN രാഷ്ട്രങ്ങൾ, 70 ഉപറിപ്പബ്ലിക്കുകളടക്കം 262 രാഷ്ട്രങ്ങൾ. ലോകം 800 കോടി ജനസംഖ്യയിലേക്ക് ലോകം കടക്കുന്നു. നാളെ ഇവിടെ എന്ത് ഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. ഭരണകൂടങ്ങളിൽ സ്വസ്ഥതയില്ല, ജനങ്ങളിൽ സ്വസ്ഥതയില്ല, കർമ്മനിരതരായ മെഡിക്കൽ ടീമിന് സ്വസ്ഥതയില്ല. സാമ്പത്തിക മണ്ഡലം തകരുന്ന ഒരു കാഴ്ച. അമേരിക്കയിലെ ഈസ്റ്റേൺ പ്രൊവിൻസ് ആയ ഒഹിയോ മുതൽ കന്യാകുമാരി കടൽ തീരം വരെ ഇളകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇന്ന് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതുവരെ കേൾക്കാത്ത ഒരു മഹാമാരി, ഇന്ന് വരെ സംഭവിക്കാത്ത ഒരു മഹാമാരി വ്യാധി ലോകത്തിലെ 5 വൻകരകളെയും ഏകദേശം 200-ൽ പരം രാഷ്ട്രങ്ങളെയും കവർന്നിരിക്കുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി വരുംകാല പ്രവചനങ്ങളെ പറ്റിയായിരിക്കും ഇന്ന് രാത്രിയും നാം ചിന്തിച്ചു തുടങ്ങുന്നത്. ഇന്ന് ദാനിയേൽ പ്രവചനത്തിൽ കൂടിയും നാളെ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ കൂടിയും. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, ഇന്ന് 10 വാക്ക് കേൾക്കാത്ത മലയാളിയുമില്ല, തമിഴ്നാട്ടുകാരനുമില്ല, കർണാടകക്കാരനുമില്ല, ന്യൂഡൽഹിക്കാരനുമില്ല. അറബിയും കേട്ടു, സൗദിക്കാരനും കേട്ടു, അമേരിക്കക്കാരനും കേട്ടു, കാനഡക്കാരനും കേട്ടു. എല്ലാവരും കേൾക്കുന്ന 10 വാക്കുകൾ: 1 ഹാൻഡ് വാഷ്, 2 സാനിറ്റൈസർ, 3 മാസ്ക്, 4 കീപ്പ് ഡിസ്റ്റൻസ്, 5 ലോക്ക്ഡൗൺ, 6 ക്വാറന്റൈൻ, 7 PPE കിറ്റ്, 8 ട്രൂനാറ്റ് ടെസ്റ്റ്, 9 ആന്റിജൻ ടെസ്റ്റ്, 10 RT-PC ടെസ്റ്റ്. ഇത് കേൾക്കാത്ത മലയാളിയുമില്ല, ഇന്ത്യക്കാരനുമില്ല, അമേരിക്കക്കാരനുമില്ല, അറബ് രാജ്യക്കാരനുമില്ല. ലോകം മുഴുവൻ ഇത് കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഉലകത്തിന്റെ അന്ത്യത്തിലേക്ക് ലോകം നീങ്ങുന്നെങ്കിൽ ഇന്ന് രാത്രി ബൈബിൾ ഉള്ളവർ, എൻ്റെ ആഗ്രഹം ഞാൻ മാത്രം പ്രസംഗിക്കണമെന്നല്ല, സ്വോത്രം. എൻ്റെ ആഗ്രഹം കാഞ്ഞിരംകുളത്തു നിന്നും വട്ടവിളയിൽ നിന്നും 5-6 കുഞ്ഞുങ്ങളുടെ സ്റ്റേജിൽ പ്രസംഗിക്കണം. സ്വോത്രം. ഞാൻ എവിടെ ചെന്നാലും കുഞ്ഞുങ്ങളെ എൻകറേജ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാ വാക്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ആയിട്ട് വായിച്ചു പോകാൻ പറ്റത്തില്ല. കരങ്ങളിൽ ബൈബിൾ ഉള്ളവർ ഇനിയുള്ള കോവിഡിന് ശേഷം ഇപ്പോൾ നടക്കുന്ന 12 സംഭവങ്ങൾ തൊട്ടുവെച്ചിട്ടാ ദാനിയേലിലേക്ക് കടക്കുന്നത്. ഇന്ന് രാത്രി 8 വാക്യങ്ങൾ കുഞ്ഞുങ്ങൾ വായിക്കും. ആഫ്റ്റർ കോവിഡ്, അഥവാ കോവിഡിന് ശേഷം ഇവിടെ എന്ത് നടക്കാൻ പോകുന്നു? നമ്പർ 1, ഇസ്രയേൽ മടങ്ങി വരും. എങ്ങനെ മടങ്ങി വരും? ഇസ്രയേൽ മടങ്ങി വരും. ഇന്ന് രാത്രി മനോഹരമായ ഗ്രൗണ്ടിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ യഹൂദന്റെ 2ാം കേന്ദ്രം എന്ന് പറയുന്ന അമേരിക്ക, അവിടെ 4 ലക്ഷം പേർ ഇന്ന് ഇസ്രയേലിലേക്ക് മടങ്ങി വരുവാൻ കുടിയേറ്റ വകുപ്പിൽ രജിസ്റ്റർ ചെയ്തു. ഇന്ത്യയുടെ സുന്ദരമായ പട്ടണം അരുണാചൽ പ്രദേശും മിസോറാമും അടങ്ങുന്ന ആ ഭാഗങ്ങളിൽ മനശേ ഗോത്രക്കാർ അവർ ഈ കോവിഡ് ആഞ്ഞടിക്കുമ്പോൾ 2020 ഡിസംബർ മാസം അവസാനത്ത് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എയർ ഇസ്രയേൽ വിമാനത്തിൽ 248 പേർ സ്വന്തം ദേശത്തേക്ക് മടങ്ങുവാനിടയായി. കോവിഡിന്റെ പരിസമാപ്തിയിൽ യഹൂദൻ സ്വന്തം ദേശത്തേക്ക് മടങ്ങും. ബൈബിളിനകത്ത് ഇങ്ങനെ ഒരു പ്രവചനത്തിന്റെ നിവൃത്തി ഉണ്ടോ? ഇന്ന് രാത്രി നിങ്ങൾ ഉച്ചക്കടയിൽ മധുരകരമായ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട് ഇസ്രയേലിൽ. അതിന്റെ പേര് ഏലാ താഴ്വര എന്ന ബൈബിളിൽ. അതിനെ ആധുനിക ഇസ്രയേൽ വിളിക്കുന്നത് എലാത്ത് വാലി. അവിടെ ഇന്ന് 1000-കണക്കിന് കെട്ടിടങ്ങളും ഇൻഡസ്ട്രിയൽ സോണ് മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ബൈബിളിന്റെ പ്രവചനം ഇവിടെ നിവൃത്തിയാകുന്നു. എസെക്കിയേൽ 36:24 ചിതറിപ്പോയ രാജ്യങ്ങളിൽ നിന്ന് നിരന്തര ശൂന്യമായി കിടന്ന ദേശത്തേക്ക് നിങ്ങളെ ഞാൻ മടക്കി വരുത്തും. കോവിഡിന്റെ പരിസമാപ്തിയിൽ പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് ഇസ്രയേൽ ജനത്തെ മടക്കി വരുത്തുന്ന പ്രവചനത്തിന്റെ നിവൃത്തി. 2ാമത്തെ ഭാഗം യഹൂദന് വേണ്ടി ഒരാലയം പണിയും. കണ്ടു? 1ാമത്തെ ദേവാലയമായ സമാഗമന കൂടാരം മരുഭൂമിയിൽ, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം അവിടെ അവസാനിക്കുമ്പോൾ 2ാമത്തെ ദേവാലയം ശലോമോന്റെ ആലയം BC 606 നെബൂഖദ്നേസർ തകർക്കുന്നു. തീർന്നില്ല. പിന്നത്തതിൽ കോരശനാൽ പണിയപ്പെട്ട എസ്രാ, നെഹമ്യാവ്, സെരുബ്ബാബേൽ, ഒടുവിലത്തെ കാലത്ത് ഹെരോദാവിനാൽ 46 വർഷം പുതുക്കി പണിയപ്പെട്ട ദൈവാലയം AD 30 യേശു ചൊല്ലി 70 തകരുമെങ്കിൽ ഇന്ന് യഹൂദൻ ഒരു ദേവാലയം ഇല്ലാതിരിക്കുമ്പോൾ ആടിയാടി ഉലയുന്ന ഒരു ഭരണം യഹൂദന്റെ രാജ്യത്ത് നടക്കുന്നു. കണ്ടോ? ഇവിടുത്തെ UDF-ഉം LDF-ഉം ഒരുക്കി വെച്ച് ഭരിക്കുന്നത് പോലെ ഇന്ന് ഇസ്രയേലിൽ ഭരിക്കുന്നത് 2 ഭരണാധികാരികൾ ഒരുമിച്ച്. അതിലൊരുത്തന്റെ പേരാ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കൂടെ ഇരിക്കുന്നത് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഗാൻസ്, അഥവാ ഉമ്മൻചാണ്ടി സാറും പിണറായി വിജയൻ സാറും ഒരേ കസേരയിൽ ഭരിക്കുന്നത് പോലെ ഇന്ന് യഹൂദന്റെ ഭരണം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മാർച്ച് 24 അസ്ഥിരമായ ഇസ്രയേലിൽ വീണ്ടും ഇലക്ഷൻ നടക്കുന്നു. ഇതൊരു സാധാരണ പ്രതിഭാസമെങ്കിൽ ഈ കോവിഡിന്റെ പരിസമാപ്തി വരുമ്പോൾ യഹൂദന്റെ 2 ഭരണത്തെയും 2 കക്ഷികളെയും, ലേബറിനെയും ലിക്വിഡിനെയും മാറ്റിക്കൊണ്ട് ഒരു ഏകലോക ഭരണം അവിടെ വരാൻ പോകുന്നു. വെളിപ്പാട് 6:1-2 യഹൂദന്റെ ആലയം പണിയുവാൻ വേണ്ടി എതിർക്കശു എന്ന ഏക ഭരണം
പറയുകയാണ്, കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെളുത്ത കുതിരയെ കണ്ടു. അതിന്റെ സമാധാനത്തിന്റെ പുറമോടിയായി അവന്റെ കയ്യിലേക്ക് ഒരു വില്ല് കിട്ടുന്നു. അവന് ജയിക്കുവാനായി ഒരു കിരീടം കിട്ടുന്നെങ്കിൽ ആടിയാടി ഉലയുന്ന ഇസ്രയേലിന്റെ ഭരണത്തിന്റെ ഒടുവിൽ എതിർ ക്രിസ്തു എന്ന ഏകലോക ഭരണം ഇസ്രയേലിനെ പതിരിച്ച് യഹൂദന് വേണ്ടി ആലയം ഉണ്ടാക്കാൻ പോകുന്ന കോവിഡിന്റെ രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ സംഭവം, കോവിഡിന്റെ പരിസമാപ്തിയിൽ ലോകം രണ്ട് ചേരിയിൽ. ശ്രദ്ധയോടെ ഇരിക്കണം, ഇതെല്ലാം കാലിക പ്രസക്തിയുള്ള പ്രഭാഷണമാണ്. എവിടെ ലോകം രണ്ട് ചേരിയിൽ? കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ പ്രസിഡന്റ് മിസ്റ്റർ ട്രംപ് കസേരയിൽ നിന്ന് പോയി അദ്ദേഹത്തിന്റെ വൈറ്റ് ഹൗസിന്റെ സെക്രട്ടറിയായ മൈക്കൽ പോംപെ ട്രംപ് പോയപ്പം പറഞ്ഞതാ, എന്റെ കസേര തകർത്തതിന്റെ പിൻപിലും കോവിഡാ, ചൈനയിൽ നിന്ന് ഇറങ്ങിയ കോവിഡാ. 2 ലക്ഷം പേരായിരുന്നു അന്ന് പോയത്, ഇന്ന് 5 ലക്ഷം കവിഞ്ഞെങ്കിൽ ചൈനക്കാരനെ ഞാൻ പോയാലും എന്റെ സെക്രട്ടറി ഇവിടെ ഉണ്ട്, ശരിയാക്കും. തീർന്നില്ല. കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ICUവിനകത്ത് കടത്തിയതാ ചൈനക്കാരുടെ കോവിഡ്, അവനെ ഞാൻ വിടത്തില്ല. ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞതുണ്ട്, 26 ദിവസം മൂക്കിനകത്തൂടെ വെന്റിലേറ്റർ കെട്ടി സ്വർഗത്തോട് നിലവിളിക്കുവാൻ ഈ കോവിഡ് എന്നെ ഇടയാക്കിയെങ്കിൽ ഞാൻ ചൈനയെ വെറുതെ വിടത്തില്ല. ജപ്പാൻ പറയുന്നു, ഞങ്ങളുടെ വളർച്ചയുടെ പുരോഗതി മുഴുവൻ തകർത്തത് ഈ കോവിഡ് എങ്കിൽ ഞങ്ങൾ വെറുതെ വിടത്തില്ല. ലോക രാജ്യങ്ങളിൽ കോവിഡ് ആഞ്ഞടിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി കോവിഡ് ആഞ്ഞടിച്ചപ്പോൾ അദ്ദേഹം മുട്ടുമടക്കി ഒരു ദൈവവിശ്വാസിയെ പെന്തക്കോസ് അനുഭവത്തിൽ കരം ഉയർത്തിയിട്ട് പറഞ്ഞു, എന്റെ രാജ്യത്തെ ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, സകല രാജ്യങ്ങളും ഇന്ന് രാത്രി കോവിഡ് ആഞ്ഞടിക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ മണ്ണിനകത്ത് ഈ വൈറസ് വരാത്തത് കാര്യം എന്താണെന്നറിയാമോ? മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ ഒരു പ്രധാനമന്ത്രി കരമുയർത്തി സ്വർഗത്തിലേക്ക് തന്റെ ജനത്തെ കൊടുത്തപ്പോൾ മഹത്വവാനായ ദൈവത്തിന്റെ കരം തനിക്ക് വേണ്ടി നീട്ടിയെങ്കിൽ ഇന്ന് രാത്രി ഉച്ചക്കടയിലും പയറ്റുവിളയിലും ഇരിക്കുന്ന ദൈവമക്കള്, നിന്റെ കരം ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നിന്റെ ദേശത്ത് ഒരു അനർത്ഥം വരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പട്ടണത്തെ കാക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഗ്രാമത്തെ കാക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഒരു ഭൂകമ്പത്തെ സറൗണ്ട്, ഒരു ഭൂഖണ്ഡത്തെ സറൗണ്ടിനാൽ കാക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ കാക്കുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. കോവിഡ് പഠിക്കുന്നവരടുത്ത് ചോദിക്കണം, ഇന്നും കാണാതിരിക്കുന്ന ഒരു സ്ഥലം ഓസ്ട്രേലിയയിൽ അങ്ങുമിങ്ങും പടർന്നിട്ടില്ല. ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ പറയുന്നു, ഞങ്ങളുടെ സാമ്പത്തികം മുഴുവൻ തകർത്തത് ഈ കോവിഡ്. കഴിഞ്ഞ ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യയുടെ ചെങ്കോട്ടയ്ക്കകത്ത് റിപ്പബ്ലിക് നടക്കുമ്പോൾ സുന്ദരമായ വാർത്ത ഇവിടുത്തെ മീഡിയ മുഴുവൻ കാണിച്ചു. എന്താ വാർത്ത എന്നറിയാമോ? ഇന്ത്യയുടെ ഇന്നത്തെ പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന രാജ്നാഥ് സിംഗ് ചൈനയോട് പറഞ്ഞു, ഏത് സമയത്ത് നിങ്ങളെ കൈകാര്യം ചെയ്യും, സൂക്ഷിക്കുക. അങ്ങനെയെങ്കിൽ കോവിഡിന്റെ പരിസമാപ്തിയിൽ 5-8 രാജ്യങ്ങൾ ഒരുമിരിക്കുന്നു. അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, അപ്പോൾ തന്നെ ജർമ്മനി, തീർന്നില്ല ജപ്പാൻ. ഈ രാജ്യങ്ങൾ ഇന്ത്യയോട് ചേർന്നുകൊണ്ട് എനി ടൈം ചൈനയ്ക്ക് ഒരു അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയെല്ലാം കോവിഡിൽ കാണുന്നു. മത്തായി 24:7 യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ട് പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ കോവിഡിന്റെ പരിസമാപ്തിയിൽ. നമ്പർ 4, സാമ്പത്തിക മാന്ദ്യം. ലോകത്തിൽ മുഴുവൻ സമ്പത്ത് നഷ്ടപ്പെട്ടില്ലേ? ജപ്പാന്റെ വാഹന വിപണി തീർന്നില്ലേ? അത് മാത്രമല്ല, അമേരിക്ക 1.5 കോടി പേർക്കാ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യത്തിന്റെ സാമ്പത്തിക മാന്ദ്യം മുഴുവൻ തകർന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് വിനീതന്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, മല്ലപ്പള്ളി ഷാരോൺ ഡിസ്ട്രിക്ട് കൺവെൻഷന് ഞാൻ അന്നത്തെ കാലത്ത് 4 വർഷം മുമ്പ് പറഞ്ഞു, അമ്മച്ചിമാരും അമ്മാമ്മമാരും പെൺപിള്ളാരെ ഗൾഫുകാരെ കൊണ്ട് കെട്ടിക്കരുതെന്ന്. അവനിപ്പോൾ ഇവിടെ ഓർമ്മയുണ്ട്, മല്ലപ്പള്ളിയിൽ. സ്തോത്രം. ഞാൻ പ്രസംഗിച്ചിട്ട് പോയി. ഈ കോവിഡ് വന്നപ്പോൾ ഒരു അമ്മാമ്മ എന്നോട് പറയാ, പാസ്റ്റർ അന്ന് പറഞ്ഞത് കേട്ടിരുന്ന എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നത്. പെൺപിള്ളാർ 2 പേരും ദുബായ്ക്കാരനെ കൊണ്ട് കെട്ടിച്ചു, കർവാപ്പസി ജോലി പോയെന്ന്. സ്വോത്ര. സാമ്പത്തിക മാന്ദ്യം കണ്ടില്ലേ? ഗൾഫ് രാജ്യം നാട്ടുമാങ്ങ വീഴുന്നത് പോലെ വീണു. 80% പേഴ്സൺസിന് തൊഴിലില്ല. കേരളം കണ്ടില്ലേ സാമ്പത്തിക മാന്ദ്യം? അതുകൊണ്ടല്ലയോ വിഴിഞ്ഞം ആർക്ക് കൊണ്ടുപോയി? അദാനി ഗ്രൂപ്പ്. എയർപോർട്ട് ആര് കൊണ്ടുപോയി? അദാനി ഗ്രൂപ്പ്. നിങ്ങളുടെ പിള്ളേരെ പൈസ ഇട്ട LIC ആര് കൊണ്ടുപോകാൻ പോകുന്നു? അദാനി കൊണ്ടുപോകാൻ പോകുന്നു. തിരുവനന്തപുരത്ത് റെയിൽവേ ആര് കൊണ്ടുവന്നു? ട്രെയിനിന്റെ പേരും മാറ്റാൻ പോകുന്നു. സകലതും ഒരുവൻ കൊണ്ടുപോകാൻ പോകുന്നെങ്കിൽ സാമ്പത്തികം തകരുന്നു. ബൈബിളിനകത്തുണ്ടോ അന്ത്യകാലത്ത് നടക്കും? ആരും വായിക്കത്തില്ലല്ലോ. നമ്മൾ അനുഗ്രഹത്തിന്റെ ആൾക്കാർ. യാക്കോബ് 5:1, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ നിക്ഷേപങ്ങൾ ദ്രവിച്ചു പൊന്നും വെള്ളിയും കറുത്തു വസ്ത്രം പുഴുവരിച്ചും പോകുന്ന ഒരു കാലം, അന്ത്യകാലത്ത് ഇവിടെ വരാൻ പോകുന്നു. കോവിഡ് കാലത്ത് സാമ്പത്തികത്തിന്റെ നട്ടലൊടിയുന്നു, അമേരിക്ക മുതൽ ഇന്ത്യ വരെ. 5ാമത്തെ സംഭവം, കോവിഡ് വാക്സിൻ. 6 രാജ്യങ്ങളിൽ മെയിൻ വാക്സിൻ. 1 അമേരിക്കയിലെ ഫൈസർ, 2 മെഡോണ, 3 അത് കഴിഞ്ഞിട്ട് ഇസ്രയേലിൽ നിന്ന് പുതിയതായിട്ട് അവരും വാക്സിൻ, റഷ്യയിലെ സ്പുട്നിക്, അതുപോലെ തന്നെ ബ്രിട്ടന്റെ ഏറ്റവും നിർണായകമായ വാക്സിൻ ഓക്സ്ഫോർഡ്, അത് കഴിഞ്ഞിട്ട് ചൈനയുടെ സെനാഫി, ഇന്ത്യയുടെ കോഷീൽഡും കോവാക്സിൻ. ഈ 6 വാക്സിനകത്ത് ഒരേ മരുന്ന്, ഒരേ കെമിക്കൽ മരുന്ന്
എന്താ സംഭവം? അമേരിക്കൻ വാക്സിൻ, ഇന്ത്യൻ വാക്സിൻ, ലണ്ടൻ വാക്സിൻ, ഇസ്രയേൽ വാക്സിൻ, പൂന വാക്സിൻ, ഇതിനകത്തെല്ലാം ഒരേ മരുന്ന്. ലോക ചരിത്രത്തിൽ ആദ്യമായി, ഇന്ന് രാത്രി ഞാൻ ഉൽപ്പത്തിയിലേക്ക് കടക്കുമ്പോൾ അതിന്റെ കാര്യം നിങ്ങൾക്ക് പിടികിട്ട്. ലോക ചരിത്രത്തിൽ ആദ്യമായി സകല ജനങ്ങളിലേക്ക് ഒരേ കെമിക്കൽ കണ്ടന്റ് കയറുന്നൊരു കാലം. അങ്ങനെയെങ്കിൽ ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം എത്തുവാൻ ഇൻസ്റ്റന്റ്ലി സ്റ്റാർട്ടിംഗ് ദ വാക്സിൻ വിത്ത് എനി മാൻ, എനി ചൈൽഡ്, എനി വേൾഡ്, ഓൺ കണ്ടന്റ് വിത്ത് ഫൈസർ, മെഡോണ, സ്പുട്നിക്, കോവാക്സിൻ, കോഷിൽഡ്, സെനാഫി. ഇതെല്ലാം അടിക്കുമ്പോൾ ബൈബിളിന്റെ പ്രവചനം ഇവിടെ നിവർത്തിയാകുന്നു. വെളിപ്പാട് പുസ്തകം 13:7 വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും വംശത്തിന്മേലും അവൻ അധികാരം. അവന്റെ വാക്സിൻ എന്ന നിലയിൽ കോവാക്സിൻ ഇവിടെ ആഞ്ഞടിക്കുമ്പോൾ ഓൺ കണ്ടന്റ് ഈസ് ഗോയിങ് ഹ്യൂമൻ ബോഡി, മനുഷ്യന്റെ ശരീരത്തിൽ ഒറ്റ വാക്സിൻ അന്ത്യകാലം. അഞ്ചാമത്തെ സംഭവം, ആറാമത്തെ സംഭവം, ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു. ഇന്ന് രാത്രി ചിന്തിക്കും, എന്താ ലോകം ഒരുവന്റെ കയ്യിലേക്ക്? ഭരണാധികാരികൾ പറയുന്ന ഈ ഭരണം ആർക്ക് കൊടുക്കാൻ പറ്റും? മോഡി സാറിന് ഉറക്കമുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഉറക്കമുണ്ടോ? തീർന്നില്ല, പാകിസ്ഥാൻ പ്രസിഡന്റ് ഉറക്കമുണ്ടോ? ഗൾഫ് രാജ്യത്തെ ഷേഖുമാർക്ക് ഉറക്കമുണ്ടോ? എന്താ സംഭവം എന്നറിയാമോ? എല്ലാവരും ഭരണകൂടങ്ങൾ തകരുമ്പോൾ ഒരു വൺ വേ വേൾഡ് ഓർഡർ എഴുന്നേക്കും, ഏക ലോക ഭരണം. ഇന്ന് രാത്രി അതിനെപ്പറ്റി ചിന്തിക്കും. അതായിരിക്കും ഇന്നത്തെ കുറിവാക്യം. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ? നാളേക്ക് ഇതിന്റെ ബാക്കി പറയൂ. വൺ വേ വേൾഡ് ഓർഡറുമായിട്ട് പലരും ചോദിക്കും, പാസ് എന്തുവാ കാണിക്കുന്നതെന്ന്. ഇവിടെ മന്ന എടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശശിപാസ് എന്ന് നിങ്ങൾ പിടിക്കരുത്. ഞാൻ എന്തെങ്കിലും തെളിവ് കാണിച്ചാൽ ഞാൻ ഇവിടെ ഉണ്ട്, വന്നാൽ കോപ്പി തരാം, നാളെ തിരിച്ചു തരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. ദ വൺ വേ വേൾഡ് ഓർഡർ. സജു ചാത്തന്നൂരല്ല, ഏക ലോക ഭരണം വാതിൽക്കലെത്തി. ലോകം ഒരുവന്റെ കയ്യിലേക്ക്. ബൈബിളിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട് എന്ന് രാത്രി ചിന്തിക്കും. ദാനിയേൽ 8:23, 24, 25 അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. That one man coming in the world, that means one way world order. ലോകം ഒരുവന്റെ കയ്യിലേക്ക്. ആറാമത്തെ സംഭവം 7, 100 കോടി പേർ പട്ടിണിയിൽ കോവിഡ് കാലത്ത്. നാളെ കേൾക്കണം എന്താ കോവിഡ് എന്നൊക്കെ. 100 കോടി പേർ പട്ടിണിയിലേക്ക് നീങ്ങാൻ പോകുന്നു. കോവിഡ് ഇപ്പം മനുഷ്യനില്ല. ഈ പുറത്ത് കാണുന്ന 3 കിങ്ഡം ഉണ്ട്. 1 ഹ്യൂമൻ കിങ്ഡം, 2 അനിമൽ കിങ്ഡം, 3 പ്ലാൻ കിങ്ഡം. ഈ മൃഗത്തിലേക്ക് ഈ കോവിഡ് അടിച്ചാൽ മനുഷ്യൻ മരിക്കും, സ്പ്രെഡ് ചെയ്യും. പശുവിന് മാസ്ക് കൊടുക്കാൻ പറ്റുമോ? സാനിറ്റൈസർ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ അടിച്ചാൽ പശുവിന് കോവിഡ് അടിച്ചാൽ നാളെ ബാക്കി പറയാം. ഈ കൃഷി മൊത്തം നശിപ്പിച്ച് അവെല്ലാം തിന്നാനും കുടിക്കാനും കിട്ടുമോ? എല്ലാം തീരുമോന്ന് ഞാനല്ല പറഞ്ഞ. യുണൈറ്റഡ് നേഷൻസ് 100 crores പീപ്പിൾസ് ഗോയിങ് ടു സ്റ്റാർവേഷൻ. ബൈബിളിനകത്തെ പ്രവചനം. വെളിപ്പാട് 6:5. പണ്ട് ഉപദേശിമാർ പറഞ്ഞ ആൾക്കാർ ചിരിക്കും. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു. അവന്റെ കയ്യിലൊരു ത്രാസ് ഇരിക്കുന്നു. ത്രാസിന്റെ പേരെന്താ? അവന്റെ അനിയൻ നിങ്ങള് റേഷൻ കടയിൽ വന്നില്ലേ? ഈ പോസ് ചിന്നമാമ കണ്ടില്ലേ? ആ തിരക്കോ ദണ്ഡമാക്കാൻ റേഷൻ ലേക്കേജ് ആവോ. 4 കിലോ വെള്ളം, 3 കിലോ കുത്ത്, 2 ലിറ്റർ മണ്ണെണ്ണ, 2 ആട്ടപ്പൊടി. സ്വോത്ര 2018 കാട്ടാക്കടയിൽ. വിനീതൊക്കെ കാണും. ഞാനിത് പറഞ്ഞ് കൈവച്ച് റേഷൻ മേടിച്ചു വന്നപ്പോൾ കാട്ടാക്കടയിലെ വീരന്മാര് പറഞ്ഞ് എനിക്ക് പേരിട്ട് ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നു. സ്വോത്ര ഞാൻ കുലുങ്ങിയില്ല. ആ പറഞ്ഞവന്മാരെല്ലാം കഴിഞ്ഞ ആഴ്ച കട്ടക്കോട് ഞാൻ പ്രസംഗിച്ചപ്പോ കീക്കി വെച്ചോണ്ടിരിക്കുന്നു. സ്വോത്രം. ഇതാ വചനം മാറത്തില്ല. കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ കോവിഡ് തീർന്നാലും ത്രാസ് ഒരുവന്റെ കയ്യിൽ വരാൻ പോകുന്നു. 1 വൈമൻ സ്കെയിൽ. അതിന് നിതാന്തമായിട്ട് നിങ്ങളുടെ പേനയ്ക്കകത്ത് സകലത്തും GST വാറ്റും വന്നെങ്കിൽ ഇന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സപ്ലൈകോയിൽ നിന്ന് സാധനം മേടിച്ചാൽ കമ്പ്യൂട്ടർ അതിനെ ഓർഗനൈസ് ചെയ്യുന്നെങ്കിൽ 100 crores people going to death after കോവിഡ്. തീരാൻ പോകുന്നു ലോകം. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ട്. ആളുകളുടെ എല്ലാവരും മദർമാൾ ഇറാഖിൽ വരുന്നു. നാളെ അടുത്ത ആഴ്ച നിങ്ങൾ കാണാൻ പോകുന്ന വാർത്ത ഇപ്പൊ ഞാൻ പറയാൻ പോവുക. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കോവിഡ് കാലത്ത് ഇറാഖിലേക്ക് വരുന്നു. മഗദിയാം ബാബിലോൺ. തീരാൻ പോവുക ലോകം. പ്രസംഗിച്ചു കഴിഞ്ഞാൽ രാവും പകലും പ്രസംഗിച്ചാൽ തീരത്തില്ല. ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ പത്രത്തിൽ, നിങ്ങൾ ടെലിവിഷനിൽ കാണാൻ പോകുന്ന വാർത്ത അടുത്ത ആഴ്ചയോടുകൂടി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ സകല പ്രോട്ടോകോൾ ലംഘിച്ച് ഇറാഖിൽ പ്രസിഡന്റിനെ പ്രധാനമന്ത്രിയെ കാണുന്നു. അവിടുത്തെ മത നേതാവുമായിട്ട് പ്രൈസ് ദി ലോർഡ് കൊടുക്കാൻ പോകുന്നെങ്കിൽ ഇറാഖിന്റെ തുറമുഖ നഗരമായ ബാബിലോണിൽ നിന്ന് 54 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 50 ഏക്കർ വലിപ്പത്തിൽ ഇന്ന് സുന്ദരമായ ഒരു മാള, ആദ്യം ഡിസൈൻ 2009.
ഗോയിങ് സിറ്റുവേഷൻ 500 ഏക്കറിൽ ഒരു മാൾ, മദർ മാൾ പണിയുന്നു കോവിഡ് കാലത്തും. ബൈബിളിലുണ്ടോ? ശെഖര്യാ പ്രവചനം 5:11. എന്താ? അവൾക്ക് ശീനാർ ദേശത്ത് ഒരു വീട് പണിവാൻ പോകുന്നു. അത് പണിഞ്ഞാൽ അവളെ സ്വസ്ഥാനത്താക്കുമെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾ പത്രത്തിലും ഏഷ്യാനെറ്റിലും കാണാൻ പോകുന്നു. എതിർ ക്രിസ്തുവിന്റെ പുറമോടിയായി എക്യൂമെനിക്കൽ സഭയുടെ കരിസ്മയുടെ നേതാവ് ഇറാഖിൽ എത്താൻ പോകുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഈ തലമുറയിൽ പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിയായി നമ്മുടെ നാഥൻ വരാറായി. വൻകിട ആളുകൾ. 9ാമത്തെ സംഭവം, കോവിഡിന്റെ കാലത്തും തീവ്രവാദികൾ ഇന്ന് രാത്രി തൊട്ടുവെക്കും. IS ഒരിടത്ത്, ബൊക്കോ ഹറാം ഒരിടത്ത്. എവിടെയാ? അതെല്ലാം ഇന്ന് രാത്രി കേൾക്കാം. ഈ കോവിഡ് കാലത്ത് ക്രിസ്മസിന്റെ അകത്ത് നൈജീരിയയിൽ IS-ന്റെ അനിയൻ ബൊക്കോ ഹറാം പച്ച മനുഷ്യന്റെ തലയിറക്കുന്നു. ഈ 1 ഗ്രാം വൈറസ് മനുഷ്യനെ കൊന്നിട്ട് തീവ്രവാദിക്ക് സ്വസ്ഥതയില്ല. അവൻ മനുഷ്യന്റെ തലയിറക്കുന്നു. IS ടാർഗറ്റ് ഇൻ അഫ്ഗാൻ ഇൻ കോവിഡ്. അതർവൈസ് ദ ക്രിസ്മസ് ഈസ് ഗോയിങ് December 25. ബൊക്കോ ഹറാം ഈസ് ടാർഗറ്റിംഗ് നൈജീരിയ. അവിടെ പോലും മനുഷ്യനെ കൊന്ന കാഴ്ച നിങ്ങളുടെ മൊബൈലിൽ കാണുന്നുവെങ്കിൽ പ്രവചനത്തിന്റെ നിവർത്തി. ദാനിയേൽ 9:25-26 വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജന നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കുക. ആന്റി ക്രൈസ്റ്റിന്റെ മിലിറ്ററി ഇന്ന് രാത്രി IS അവൻ കളിക്കവളയിലോ അന്ത്യകാലത്തിലേക്ക് ലോകം പോകുന്നു. 9ാമത്തെ സംഭവം, കറൻസി എല്ലാം ഗുഡ് ബൈ. സ്തോത്രം. നോട്ട് വേണോ? നിങ്ങളുടെ മൊബൈലിൽ നിന്ന് 3 ചെറുപ്പക്കാർ വന്നില്ലേ? തോമാച്ചായൻ, അവറാച്ചായൻ, പൊന്നച്ചായൻ. ഗൂഗിൾ പേ, പേടിഎം, അടുത്ത ഫോൺ പേ. സന്തോഷമില്ല, മൊബൈൽ ആരും ഉപയോഗിക്കുന്നില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ 3 അച്ചായന്മാർ വന്നില്ലേ? തോമാച്ചായനും അവറാച്ചായനും പൊന്നച്ചായനുമെങ്കിൽ വരാൻ പോകുന്നു ബീറ്റ് കോയിൻ. സാത്താന്റെ കറൻസി ബീറ്റ് കോയിൻ. കമ്പ്യൂട്ടർ മാത്രം മതി. ജിയോ ഇറക്കാൻ പോകുന്നു അടുത്ത മാസം ജിയോയുടെ കറൻസി വരാൻ പോകുന്നു. ഒരു കോയിൻ 54 രൂപ. അതിന്റെ കമ്പ്യൂട്ടർ നമ്പർ വെച്ച് മൊബൈലിൽ കൂടെ എന്ത് കാര്യവും നടക്കും. എത്ര കോയിൻ വേണമെങ്കിലും മേടിക്കാം. ഇപ്പൊ 54 ജിയോ കോയിൻ വരാൻ പോകുന്നു. നോ നീഡ് മണി. അതിന് പകരം 2009 ഇന്ന് നാളെയൊക്കെ പ്രസംഗിക്കും. ജപ്പാനിൽ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി സാധിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് കൊച്ചി ഇൻഫോ പാർക്കിൽ ചെല്ലണം. അവിടെ ഇരിപ്പുണ്ട് റോബോട്ട്. തീർന്നില്ല. എയർ ഇന്ത്യ വിമാനം ലണ്ടനിൽ നിന്ന് ന്യൂഡൽഹി വന്നു. ആരാണ്ട് പറഞ്ഞു 40 പേർക്ക് കോവിഡ്. ആ സമയത്ത് എന്താ ചെയ്തത്? പണിക്കാരടുത്ത് പറഞ്ഞ് സാനിറ്റൈസറും കൊണ്ട് ക്ലീൻ ചെയ്യാം. പണിക്കാർ ക്യാപ്റ്റനോട് പറഞ്ഞ് ഞങ്ങൾക്ക് ചാവാനൊന്നും പറ്റത്തില്ല, ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. ക്യാപ്റ്റനുമായിട്ട് വടക്ക്. ക്യാപ്റ്റൻ എന്തോ ഇത്? ഒരു റോബോട്ടിനെ കയറ്റി സർവീസ് സ്റ്റേഷനിൽ വണ്ടി സർവീസ് ചെയ്യുന്ന പോലെ ഗണ്ണുമായിട്ട് റോബോട്ട് പ്ലെയിൻ ക്ലീൻ ചെയ്തു. തീർന്നില്ല. അന്ത്യകാലം. ഇത് വല്ലതും വായിച്ചായിരുന്നോ? 2018 സൗദിയിൽ നിന്നൊരു പെൺകുട്ടി വന്നായിരുന്നല്ലോ. എല്ലാവർക്കും അറിയാമോ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്. മേരാ നാം സോഫിയ. നമസ്തേ. മിണ്ടുന്നില്ല. ഇതാ കുഴപ്പം. നിങ്ങൾ ഈ സ്വപ്നെ സരിതയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അവരൊക്കെ കാശ് അടിച്ച് ഇഷ്ടം പോലാക്കി. ഇതിവിടെ ലോകം തീരാറായി. മനോരമ മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുള്ളവരൊന്ന് കൈ ഉയർത്താം. വട്ടിയൂർ മിണ്ടുന്നില്ല. സ്വോത്രം. നിങ്ങൾ ചന്ദ്രനിൽ നിന്ന് വന്ന വട്ടിയൂർക്കാവ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വട്ടിയൂർക്കാവിൽ ISR ഉണ്ട്. അവിടുത്തെ ഒരു പെങ്കൊച്ചിന്റെ പേരാ വ്യോമമിത്ര. അവളാ കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഇന്ത്യയുടെ ഇൻസാറ്റിന്റെ മോഡി സാറിന്റെ ചിത്രവും ഭഗവത്ഗീതയുടെ പതിപ്പുമായിട്ട് മേളിൽ കയറ്റി വിട്ടതെങ്കിൽ കോവിഡ് കാലത്ത് റോബോട്ട്, ടെക്നോ പാർക്ക് റോബോട്ട്, ഇൻഫോ പാർക്ക് റോബോട്ട്, പ്ലെയിൻ ക്ലീൻ ചെയ്യാൻ റോബോട്ട്, ഉപഗ്രഹത്തെ വിടാൻ റോബോട്ടെങ്കിൽ പ്രവചനത്തിന്റെ നിവർത്തി കോവിഡ് കാലത്ത് വെളിപ്പാട് 13:15 മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പ്. അവന് അധികാരം ലഭിച്ചെങ്കിൽ റോബോട്ടുകളുടെ യുഗമായി കോവിഡ് മാറി. ഇതൊരു അന്ത്യകാലം പ്രവചനം. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ബൈബിളിലേക്ക്, ബാക്കി നാളെ എല്ലാം പറഞ്ഞ അവർ വരത്തില്ല, നമുക്കറിയാം. അതുകൊണ്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. 12 സംഭവം വരാൻ പോകുന്നു. കൈമേലും നെറ്റിമേലും ചിപ്പ്. ശ്രദ്ധയോടെ ഇരിക്കണം. നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ എവിടെ അടിക്കുന്നത്? കൈയട ഈ വിരലിനകത്ത് ഹീറ്റ്. ചിന്നമ്മാമയുടെ കാലയിലെ കൊലുസിലാണോ ഹീറ്റ് നോക്കുന്നത്? അല്ലെന്നുണ്ടെ തലയില അടിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് 60 വയസ്സ് കഴിഞ്ഞവർക്ക് കോവിഡ് വാക്സിൻ എടുക്കണം. ജീവിക്കണമെങ്കിൽ അതിന് തെറ്റൊന്നും പറയുന്നതല്ല. കോവിഡ് വാക്സിൻ എടുക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ വ്യക്തിക്കും ഫ്രീസറിൽ നിന്ന് വരുന്ന മരുന്ന ആഡ് ചെയ്യുന്നത്. പക്ഷെ കോവിഡ് കേന്ദ്രത്തിൽ ഉച്ചക്കടയിലെ സഹോദരൻ പൊന്നച്ചൻ ചേട്ടൻ വെറുതെ കൈയും വീശി ചെന്നാൽ നേഴ്സ് പറയും കറുവാപ്പസി വീട്ടിൽ പൊക്കോളാൻ പറയും. സ്വോത്രം. രജിസ്റ്റർ ചെയ്യണം ആധാറുമായിട്ട്. ആധാറിന്റെ കോപ്പിയായിട്ട് ചെയ്യണം.
ഫ്രിഡ്ജിലിരിക്കുന്ന വാക്സിൻ കേട്ടോണേ, നിങ്ങളുടെ ആധാർ അതിനകത്തൊരു ബാർകോഡ് ഉണ്ട്. വാക്സിനകത്ത് ഈ പേനയ്ക്കകത്ത് കാണുന്നത് പോലെ ഒരു ബാർകോഡ്, അത് ലാപ്ടോപ്പിനെ കാണിക്കും. മന്ന TV ഇവിടെ കാണിക്കുന്നുള്ളു. അപ്പോൾ നിങ്ങളുടെ ബാർകോഡിനകത്ത് നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യും. അപ്പോൾ പൂനെയിലിരിക്കുന്ന കമ്പനിക്കറിയാം ഇന്ന നമ്പർ വാക്സിൻ ഇന്നയാളിന്റെ അകത്ത് കയറി ലിങ്ക്ഡ് ടു ആധാർ. ഇതാദ്യം കൊണ്ടുവന്നത് നമ്മുടെ സ്വർണ്ണക്കടത്ത് ശിവശങ്കരൻ, അതിന്റെ ജൂനിയർ ആയിരുന്നു സ്പ്രിംഗ്ലർ. അന്ന് എല്ലാവരും ഇവിടെ കൊടി കൊത്തിയതാ. തീർന്നു. സ്വോത്രം തീർന്നില്ല. രണ്ടാമത് ഇന്ത്യ ഗവൺമെന്റ് വേറെ ആപ്പ് കൊണ്ടുവന്നു, ആരോഗ്യ സേതു ആപ്പ്. സ്വോത്രം അന്നേരം എല്ലാവരും പറഞ്ഞില്ലേ വിവരം ചോർത്തുന്നു. ഇപ്പൊ ആരും ചോർത്തണ്ട ചിന്നമ്മാമേ. കൈ അങ്ങോട്ട് മാറ്റി വാക്സിൻ അടിക്കുമ്പോ അമ്മാമ്മയുടെ 32 കാര്യം പൂനാക്കാരൻ ചോർത്തിയെടുത്തു. സ്വോത്രം ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരെ ആധാർ ലിങ്ക് ചെയ്ത് ചോർത്തിയെടുത്തെങ്കിൽ ഒന്നാമത്തെ കോവിഡ് വാക്സിൻ അടിക്കുന്ന ദിവസം അവർ നോട്ട് ചെയ്യും. ഒന്നുകിൽ 14, 21 ക്യാൻസറിന് കീമോ എടുക്കുന്നത് പോലെ രണ്ടാമത് എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു റെസിപ്റ്റ് കിട്ടും, വാക്സിനേറ്റഡ് സീലടിച്ച റെസിപ്റ്റ്. അതിനകത്തൊരു QR കോഡ് കാണും ആധാറുമായി ലിങ്ക് ചെയ്ത്. അങ്ങനെയെങ്കിൽ അത് വാച്ച് ചെയ്താൽ അറിയാം ആർക്ക് കിട്ടിയെന്ന്. കോവിഡ് ഇവിടെ തീരും. അതിനുശേഷം ഇനിയും വരാൻ പോവാം മഹാവ്യാധി, നാളെ ഇത് പറയാം. അങ്ങനെയെങ്കിൽ അത് കഴിയുമ്പോൾ ഇന്നത്തെ സയൻസ്, ഇന്നത്തെ ശാസ്ത്രലോകം പറയുന്നു ഡെയിലി ആധാർ ലിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. പിള്ളേരെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പോലെ കൈക്കകത്ത് ഒരു ടാറ്റു അഥവാ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ ഈ വ്യക്തി എവിടെങ്കിലും ചെല്ലുമ്പോൾ, നിങ്ങളുടെ സംശയം തീർത്തു തരാം, പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ വോട്ട് ചെയ്യുമ്പോൾ ഒരു മഷി ഇവിടെ തേച്ചാൽ പോളിംഗ് ഓഫീസർക്ക് അറിയാം അവനെ രണ്ടാമത് കയറ്റിയല്ല വോട്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ കൈക്കകത്തൊരു QR കോഡ് വെച്ചാൽ നിങ്ങൾ ഉച്ചക്കട പഞ്ചായത്തിലോ ബാലരാമപുരത്ത് ബ്ലോക്കിൽ ചെല്ലുമ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ ഇതിനെ ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ പറയുമ്പോൾ എന്നിത് വാക്സിൻ എടുത്തെങ്കിൽ ഈ കോവിഡ് നമ്പർ 1 കോവിഡ് 1, നമ്പർ 2 വാക്സിനേറ്റഡ്, നമ്പർ 3 QR കോഡ്, നമ്പർ 4 ഇനി വ്യാധികൾ വന്നാൽ കയ്യിലൊരു സ്റ്റിക്കറെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതിന്റെ പിറകിൽ ഒരു ചിപ്പ് കൈകളിലേക്ക് വരാൻ പോകുന്നെങ്കിൽ വെളിപ്പാട് പുസ്തകം 13, 16, 17, 18 ആ നാളിൽ സമ്പന്നൻ, ചെറിയവൻ, വലിയവൻ, ദരിദ്രൻ, ദാസൻ, മൃഗത്തിന്റെ മുദ്ര ഇല്ലാത്തവന് വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയാത്തതെങ്കിൽ കോവിഡിന്റെ പരിസമാപ്തി കയ്യിലേക്ക് ഒരു ചിപ്പ് വരാൻ പോകുന്നെങ്കിൽ ഇന്ന് രാത്രി ഉച്ചക്കടയിരിക്കുന്ന ദൈവമക്കളെ, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങളിലേക്ക് ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങുമ്പോൾ പ്രിയന്റെ വരവിന് വേണ്ടി കാത്തിരുന്നിക്കുന്ന ദൈവമക്കൾ, അകത്തളം വചനത്താൽ ജ്വലിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആകാശത്തേക്ക് അവരുടെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് ഈ സംഭവങ്ങൾ അക്കമിട്ട് നിരത്തുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുക, കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവോ. 10,000 പേര് സുന്ദരരായി നാഥൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി ഇന്ന് രാത്രി ഉച്ചക്കടെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 23, 24, 25 വാക്യങ്ങൾ. The prophecy of Daniel chapter 8 verse 23, 24, 25. ദാനിയേൽ 8, 23, 24, 25 വാക്യങ്ങൾ വായിച്ചാട്ടെ മക്കളെ. മൈക്ക് കൊടുക്കുമോനെ, വായിച്ചാട്ടെ. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം, ഇന്നത്തെ ഭരണാധികാരികളുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു. ഒരു രാജാവ് എഴുന്നേൽക്കും. അടുത്തത് പ്രവചനം മുഴുവൻ. അടുത്തത് അവന്റെ അധികാരം വലുതായിരിക്കും. മുഴു ലോകത്തെയും കരങ്ങളിൽ പിടിക്കുവാൻ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അവൻ എഴുന്നേറ്റ് വരുന്നു. അവന്റെ അധികാരം വലുതായിരിക്കും. അടുത്തത് സ്വന്തം ശക്തിയാലല്ലതാണ്, സ്വന്തം ശക്തിയല്ല, ലോക ഭരണാധികാരികൾ മുഴുവൻ അവന് ചേർ കൊടുക്കാൻ പോകുന്നു. അടുത്തത് അവൻ അതിശയകരമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും 7 വർഷം അവന്റെ കയ്യിലേക്ക് ഉലകം പോകാൻ പോകുന്നു. അടുത്തത് പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അവൻ നയബുദ്ധിയാൽ എല്ലാരെയും കയ്യിലാക്കാൻ പോവാ. നയബുദ്ധിയാൽ. അടുത്തത് തന്റെ ഉപായം സാധിപ്പിക്കുകയും. കോവിഡ് കാലത്ത് അവൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഉപായം സാധിപ്പിക്കും. അടുത്തത് സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും. ഉലകത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ഏകാധിപതിയായി ഒരു ഭരണാധികാരി പിൻപിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അടയ്ക്കാം.
ഇന്ന് രാത്രി മുതൽ ഇവിടെ ആരംഭിക്കുന്ന പ്രവചനത്തിന്റെ ദൂത് ഈ പട്ടണത്തിനകത്ത് അനേകം പേരെ തൊടുവാൻ, നമ്മൾ പിടിച്ചിരിക്കുന്ന കരങ്ങളിനകത്ത് ഉലകത്തിന്റെ ഭാവി മുഴുവൻ എഴുതിയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുവാൻ, പുഴപക്കത്തിരുന്ന ലുദിയായുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തുറന്നതുപോലെ ഈ കൺവെൻഷൻ മുഖാന്തരം ന്യൂ ലൈഫ് ഏജിക്ക് മാത്രമല്ല ഉച്ചക്കട പട്ടണത്തിനകത്ത് ഒരു ഉണർവ് വ്യാപരിക്കുവാൻ ഇന്ന് രാത്രി ഹൃദയം നുറുകി എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഇന്ന് രാത്രി പ്രവർത്തിക്കുവാൻ കരുത്തുറ്റ ഒരു ദൈവം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവജനമേ, ആദ്യ രാത്രി നീ പരാജയത്തോടെ മടങ്ങി പോകരുത്. അബ്രഹാം തന്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കുമായി മോറിയ ദേശത്തുള്ള മലയിലേക്ക് യാത്രയാകുമ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിൽ ഒരു വിചാരമുണ്ട്, തന്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിപ്പിക്കുവാൻ. ഹല്ലേലൂയ. വിറകുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള വസ്തു എവിടെയെന്ന് ബാലകർ ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ കരുതിക്കൊള്ളു. ഇന്ന് രാത്രി ന്യൂ ലൈഫ് ഏജിയുടെ കൺവെൻഷനകത്ത് ഭാരത്തോടെ ഇരിക്കുന്ന സഹോദരി, വേദനയോടെ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ, നിന്റെ ഭാരം എത്ര വലുതെങ്കിലും ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ആത്മാർത്ഥമായി വായി തുറന്ന് പറയണം, എന്റെ യഹോവ എനിക്ക് വേണ്ടി ഈ 3 ദിവസത്തിനകത്ത് വഴികൾ തുറക്ക്. ഞാൻ വന്നത് വെറുതെ അല്ല കുഞ്ഞെ. ഇന്ന് രാത്രി ദൈവം നിന്നെ ഈ ഗ്രൗണ്ടിനകത്ത് കൊണ്ടുവന്നെങ്കിൽ മഹാദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിന്നെ തോടും. നീ പരാജയത്തോടെ മടങ്ങി പോകുവാൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വീട്ടിനകത്ത് നിന്ന് വിശ്വാസത്തിന്റെ വാക്കുമായി നീ പറഞ്ഞിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. യാഗപീഠത്തിനകത്ത് ഇസഹാക്കിനെ കെട്ടിവെച്ചിട്ട് ഹല്ലേലൂയ അവന്റെ കയ്യിലിരിക്കുന്ന മൂർച്ചയേറിയ ആയുധം ഉയരത്തിലേക്ക് ഉയർത്തുമ്പോൾ അവന് തന്നെ കാര്യമറിയത്തില്ല. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുവാനിടയായി. ഓ ഹല്ലേലൂയ, ബാലകന്റെ മേൽ നീ കരം വെക്കരുത്. ഇന്ന് രാത്രി എല്ലാ വഴികളും നിന്റെ മുൻപിൽ അടയും. സിസ്റ്റർ, ബ്രദർ, എല്ലാ വാതിലുകളും നിന്റെ മുൻപിൽ അടയും. നാളെയെ പറ്റിയുള്ള പരാജയം നിന്റെ മുൻപിൽ വാടി വിളിക്കുമ്പോൾ ഇന്ന് രാത്രി നീ ആദ്യ ദിനം പറയണം, സ്വർഗത്തിൽ നിന്ന് ഉയരത്തിലെ ശബ്ദം ഇന്ന് രാത്രി എന്റെ കുടുംബത്തിന് വേണ്ടി